അതുപോലെ തന്നെ കളരി പഠിക്കാനുള്ള വേഷത്തിനുള്ള തുണിയും ആവണി ആദ്യ ശമ്പളത്തിൽ നിന്ന് തന്നെയാണ് വാങ്ങിയത്. അതുമാത്രമല്ല, അനുജനും അമ്മയ്ക്കും ഓരോ പുതിയ തുണിത്തരങ്ങളും എടുത്തു. അമ്മ കിടപ്പിലാണെങ്കിലും അവർക്ക് ധരിക്കാനുള്ള ലുങ്കിയും ബ്ലൗസും ഒരു തോർത്തും. ആവണിയുടെ പുതിയ മാറ്റം ഏവരെയും അമ്പരപ്പിക്കുന്ന തരത്തിലുള്ളവയായിരുന്നു. കളരിയാശാൻ ആവണിയുടെ വേഷം വാങ്ങിക്കാനുള്ള ബുദ്ധിമുട്ട് നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നു. 3-4 തവണ അദ്ദേഹം അവൾ വേഷം വാങ്ങിക്കാത്തതിന് ക്ഷമ കൊടുക്കുകയും ചെയ്തു. പൂക്കടക്കാരൻ മുത്തു ആവണിയുടെ മാറ്റത്തിൽ വളരെയേറെ സന്തോഷിച്ചു. അയാൾക്ക് ആവണിയോട് അടുക്കണമെന്നുണ്ട്, പക്ഷേ ആ കുട്ടി അതിനൊരവസരവും അനുവദിക്കുന്നില്ലല്ലോ എന്ന സങ്കടം മുത്തുവിനുണ്ട്. മുത്തുവിന് അച്ഛനും അമ്മയും ഒരനുജനുമുണ്ട് കുടുംബത്തിൽ. ആവണിയുടെ നിഷ്കളങ്ക ഭാവം അയാൾക്ക് അവളിൽ അനുകമ്പയുണർത്തിയിരുന്നു. ഇത്ര ചെറുപ്പത്തിൽ തന്നെ ഒരു കുടുംബത്തിൻ്റെ അത്താണി അവൾക്ക് പേറേണ്ടി വന്നതിൽ അയാൾക്ക് അതീവ ദുഃഖം തോന്നിയിരുന്നു. എങ്കിലും ഒരിഞ്ചു പോലും പതറാതെ തൻ്റെ ഓരോ ചുവടുകളും അവൾ മുൻപോട്ട് ഉറപ്പിച്ച് അവൾ ജീവിതത്തിൽ മുന്നേറുകയാണ്. എന്നെങ്കിലും അവൾക്ക് തന്നെ ശ്രദ്ധിക്കാൻ കഴിയുന്ന ഒരു സമയം ഉണ്ടാവുമായിരിക്കും. അതുവരെ താൻ അവളെ കാത്തിരിക്കും. മുത്തു സങ്കടത്തോടെ ആലോചനയിൽ മുഴുകിയിരുന്നു. തൊലിയുരിഞ്ഞ കൈകളുമായി ആവണി സൈക്കിളിൽ വരുന്നത് മുത്തു നോട്ടമിട്ടു. പുതിയ സൈക്കിളാണല്ലേ? അയാൾ ആവണിയെ കൈകളാൽ തടഞ്ഞു. എന്തോ ആവണിക്ക് മറുപടി പറയാതിരിക്കാൻ തോന്നിയില്ല.